ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ചെറിയ വീഡിയോ ആണ്. എസ്പെഷ്യലി നമ്മൾ ടുഡേയ്സ് ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, ഡേ 1 ഡേ 2 എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാനൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. ടുഡേയ്സ് ഗൈഡൻസിനേക്കാളും ടുമോറോസ് ഗൈഡൻസ്, നാളെ നിങ്ങളുടെ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അത് ഞാൻ എല്ലാ ദിവസവും ഒരു 3:45 പ്രിപ്പയർ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. പറ്റുമ്പോൾ കാണുക. ഓക്കെ, നമുക്ക് സ്പിരിറ്റെ നാളെ അവരുടെ നെക്സ്റ്റ് ഡേ എങ്ങനെയായിരിക്കും, ആരൊക്കെയാണോ കാണുന്നത് അവരുടെ നെക്സ്റ്റ് ഡേ എങ്ങനെയായിരിക്കും, സ്പിരിറ്റെ നെക്സ്റ്റ് ഡേ. 7 of coins, 9 of coins, 2 of swords and 9 of cups. നാളെ നിങ്ങളുടെ എന്തെങ്കിലും ഭയങ്കര വലിയ വിഷയം തന്നെ, വലിയൊരു ആഗ്രഹം തന്നെ പൂർത്തിയാവണമെന്നില്ല. 9 ഓഫ് കപ്സിൻ്റെ കാർഡുണ്ട്, 9 ഓഫ് കോയിൻസിൻ്റെ കാർഡുണ്ട്. എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നു. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളുടെ ഫൈനാൻസ് സിറ്റുവേഷൻസ് നാളെ ഒരു ചെറിയ എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അത് മാത്രമല്ല, ചില ആൾക്കാർ ഇതിനകത്ത് എനിക്കെന്തോ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ വാട്ടർ മെലണുമായിട്ട് വാട്ടർ വാങ്ങണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ വാങ്ങുന്നതായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കല്യാണം, ഓക്കെ, കല്യാണത്തിൻ്റെ എനർജി എനിക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഫൈനാൻസ് പരമായിട്ടുള്ള വെയിറ്റിങ്ങിനായിരുന്നെങ്കിൽ അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നു. അതുപോലെ ഡിസിഷൻസ് എടുക്കുന്നതിന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. ഓക്കെ, എപ്പോഴും എൻ്റെ റീഡിങ്സിൽ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. പക്ഷേ ലിറ്ററലി നിങ്ങളത് ചെയ്തു തുടങ്ങുന്നു എന്നുള്ളത് കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ അതെനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ പറയില്ലേ, നമുക്ക് ആ ഒരു ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാനൊരു കപ്പാസിറ്റി വന്നു തുടങ്ങുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നാളെ ഇൻഡ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം നടക്കുന്നു, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫൈനാൻസ് പരമായിട്ട് എന്തെങ്കിലും ചിന്തിക്കണേ അങ്ങനെ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ, ഇപ്പോൾ കല്യാണമാവും, അങ്ങനെ എന്തെങ്കിലും ഒരു സെലിബ്രേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ എനർജിയാണ് എനിക്ക് നാളത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്നത്. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് സ്പിരിറ്റിന് നിങ്ങളടുത്ത് പറയാനുള്ളത് നോക്കാം. സ്പിരിറ്റെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് അവർ അറിയാനുണ്ടോ? എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയാനുണ്ടോ സ്പിരിറ്റെ? സ്പിരിറ്റ്, താങ്ക് യു. ഓക്കെ സ്പിരിറ്റെ, a new romantic cycle begins. ചിലർക്ക് റിലേറ്റഡ് ആണ്. ഓക്കെ, ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി. എന്തെങ്കിലും നെഗറ്റീവ് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും, റിലീസ് ചെയ്യേണ്ടത് സമയമാണ്. കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ്. ഓക്കെ, കോൺഫിഡൻസ്, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ആവുന്നു. അതുപോലെ തന്നെ പല സിറ്റുവേഷൻസ് നാളെ ഉണ്ടാവുന്ന പല കാര്യങ്ങൾക്കും നിങ്ങളുടെ ഒരു എനർജി കൊണ്ടുവരുന്നു. കാരണം ചില സിറ്റുവേഷൻ നമുക്ക് നമ്മുടെ എന്താ പറയുക ബ്രിങ് ലവ് ഇൻ ടു യുവർ സിറ്റുവേഷൻ എന്ന് പറയുന്ന എനർജി വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതിവിടെ നിങ്ങൾ ചെയ്യുന്നതായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ. അതുപോലെ കോൺഫിഡൻസ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഓക്കെ, നാളെ എനിക്ക് അത്യാവശ്യം നല്ല, കാരണം നമ്മൾ ആ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് റിലീസ് ചെയ്തില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. ഓൾറൈറ്റ്, പിന്നെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ട്, ചിലപ്പോൾ നമുക്ക് രണ്ടുപേരും തമ്മിൽ സംസാരം നടക്കുമ്പോൾ നമ്മൾ മറ്റേ ആളുടെ സിറ്റുവേഷനും കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നാളെ ഉണ്ടാവുന്നു എന്നാണ് ഞാൻ കാണുന്നത്. ഓൾറൈറ്റ്, വൺ ഫൈനൽ കാർഡ് ഇസ് ലൈക്ക്, സോറി, cycles and rhythms honor the cycle of your body. നിങ്ങളുടെ ബോഡി
അതായത് ഞാൻ 2 ദിവസം മുന്നേ എപ്പോഴും ചെയ്തൊരു റീഡിങ്ങിനകത്തുണ്ടായിരുന്നു എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ വെള്ളം കുടിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലും വെള്ളം കുടി മടിയൊക്കെ ഉണ്ടെങ്കിൽ കുടിക്കുക. കാരണം നമ്മുടെ ബോഡിയുടെ നീഡ്, അല്ലെങ്കിൽ അത് വെള്ളത്തിന് അതിന് ഭയങ്കരമായ ഇമ്പാക്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മളത് മനസ്സിലാക്കണം. അത് മാത്രമല്ല നമ്മുടെ എനർജി എന്താണ്, ഇമോഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ വരുന്ന ന്യൂ മൂൺ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം വെച്ചാൽ ഇതിനകത്ത് ന്യൂ മൂൺ ലിബ്ര, ന്യൂ മൂണിൽ ലിയോ, ന്യൂ മൂണിൽ അക്വേറിയസ് ഉണ്ട്. എന്താ എനിക്ക് ആ ഒരു നാളത്തേക്കുള്ള എനർജി ആണെങ്കിൽ പോലും ഇതിനകത്ത് എനിക്ക് ഈ പറഞ്ഞ പോലെ ന്യൂ മൂൺ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നടക്കുന്നതായിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ സിറ്റുവേഷനെ എടുക്കുന്നതായിട്ടുള്ള ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പം നാളത്തെ ദിവസം നിങ്ങളുടെ സൂപ്പറായിരിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കട്ടെ. വളരെ എന്താ പറയുക, എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കിട്ടുന്നത്. നിങ്ങൾ പല പല കാര്യങ്ങളും റിയാലിറ്റിയിൽ കൊണ്ടുവരുന്നു. ഓക്കെ, പലതും റിയാലിറ്റിയിൽ കൊണ്ടുവരുന്നു. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്ന ഒരുപാട് പോസിറ്റീവായിട്ടുള്ള വൈബാണ് നാളത്തേക്കുള്ളത്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. Bye.